എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പോത്ത് റോസ്റ്റാണ്. നമ്മുടെ ഉരുളി ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് മുളക് ഇട്ട് കൊടുക്കാം, ഉണക്കമുളക്. അതിനുശേഷം കുറച്ച് പച്ചമുളക് അരിഞ്ഞത്, കറിവേപ്പില, അതിനുശേഷം തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞത്, നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. തേങ്ങയൊക്കെ നല്ലപോലെ വരണ്ട് കിട്ടണം. അതിനുശേഷം കുറച്ച് കാപ്സിക്കം അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. മല്ലിയില അരിഞ്ഞത് കുറച്ച് ഇട്ട് കൊടുക്കണം. നല്ലപോലെ ഇളക്കണം. നല്ലതുപോലെ വരണ്ടതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കും. കുറച്ച് ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ വരണ്ട് ചുമന്ന് കിട്ടണം. നല്ലതുപോലെ വരണ്ടിട്ടുണ്ട്. കുറച്ച് കൊച്ചുള്ളി അതിലോട്ട് ഇട്ട് കൊടുക്കണം. കൊച്ചുള്ളി നല്ലപോലെ വരണ്ടതിന് ശേഷം സവാള കുറച്ചിട്ട് കൊടുക്കും. നല്ലപോലെ വരണ്ടതിന് ശേഷം കുറച്ച് തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കും. നല്ലപോലെ വരണ്ട് കിട്ടണം. കുറച്ച് വരണ്ട് വന്നിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കണം. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന 1 കിലോ ബീഫിന് വേണ്ടിയുള്ളതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ മുളക് പൊടി. ഇനി നമ്മൾ ഇടാൻ പോകുന്ന മുളക് പൊടിയാണ്. മുളക് പൊടി ഒരു 2 ടീസ്പൂണ് ഇടാം. മല്ലിപ്പൊടി 2 ടീസ്പൂൺ ഇടാം. കുരുമുളക് പൊടി ഒരു 1.5 ടീസ്പൂൺ ഇടാം. പിന്നെ മസാല 1/2 ടീസ്പൂൺ ഇടാം. ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഉള്ളിയെല്ലാം വരണ്ട് നല്ലതുപോലെ ബ്രൗൺ കളറായിട്ടുണ്ട്. നല്ലതുപോലെ വരണ്ടിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് വേവിച്ച് വെച്ച ബീഫ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ വരണ്ട് വരണം. നമ്മുടെ പോത്ത് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. റെഡി ആയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക.
ഇതിനെ അതൊരു പാത്രത്തിലോട്ട് പകർന്നു മാറ്റാം. നമുക്ക് പുതിയ രുചിക്കൂട്ടുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.